അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പത്താണ്. ഇവിടെ ഒരു മുന്തിരിത്തോട്ടവും അഡ്വഞ്ചർ പാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ വിശേഷവും ഉണ്ട്. എവിടെയെന്നല്ലേ? നേരെ മേളിൽ നോക്കി. അതെ, MSR മുന്തിരിത്തോട്ടത്തിലാണ്. ഇവിടെ ഒരു പാർക്ക് കൂടിയുണ്ട്. അതൊക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പം കുട്ടികൾക്കൊക്കെ തന്നെ അവധിക്കാലമാണ്. ഈ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാൻ കൂടിയാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കേരളത്തെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ആകെ ചുട്ടുപൊള്ളുന്നതാണ്. ഇവിടെയും നല്ല ചൂടാണ്. പക്ഷേ ഈ ചൂടിനകത്തും ഇവിടെ ഒരു മഞ്ഞ് വീഴുന്ന ഒരു പോളി ഹൗസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടി നമ്മളിന്ന് കാണണം. കാരണം അതിൻ്റെ അകത്തെ തണുപ്പ് നമുക്കൊന്ന് അനുഭവപ്പെടണം. അതിപ്പോൾ പറഞ്ഞ പോലെ ഈ അവധി ആഘോഷിക്കാനായിട്ട് ആളുകൾ, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത്. കണ്ട് നമ്മളെ പുറകെ കാണുന്നത് ഭയങ്കരമായ തിരക്ക്. ജ്യൂസും ഗ്രേപ്സിന്റെ പലതരം ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ക്യൂ കാണുന്നത്. നമുക്കൊന്ന് പോവാം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാർക്കിലേക്കുള്ള എൻട്രൻസ് വഴിയാണ്. ഇവിടെ പാസ് എഴുതിയിട്ടുണ്ട്. പാസ് 50 രൂപയാണ്. അതിനുള്ളൊരു വർത്ത് അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല പച്ച മുന്തിരിയാണ്. ഇപ്പോൾ ഈ ഇത് പറയുന്നത് 3 മാസം കൂടുമ്പോഴത്തേനും ഇവിടെ മുന്തിരി ഉണ്ടാകും. അപ്പോൾ ആ തരത്തിലുള്ള ആ ബ്രീഡിലുള്ള മുന്തിരിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. രാവിലെ നമ്മൾ വന്ന് കുറേ ആൾക്കാർ ഇവിടെ പണിയാനൊക്കെ നിൽപ്പുണ്ട്. അവർ ഇതിൻ്റെ ഈ ഇലയില്ലേ, ഈ വാടിയ ഇല, അതോടൊപ്പം തന്നെ ഇതിങ്ങനെ പുഴു പിടിച്ചിട്ടുള്ള ഇലകളൊക്കെ തന്നെ പറിച്ച് ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു രാവിലെ നമ്മൾ വന്നപ്പോൾ. അപ്പോൾ ഇതിനകത്തൂടെ വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെന്നി ക്വിക്ക് പാർക്കിൻ്റെ കവാടം. ഈ കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പല ഒരു സംഭവങ്ങൾ ഇവിടെ കാണാം. 133 വർഷത്തിന് മുൻപ് നമ്മുടെ ഈ പ്രദേശം, കമ്പം, തേനി, ദിണ്ടുക്കൽ, രാമനാഥപുരം, മധുരൈ ഒക്കെ എങ്ങനെയാണ് ഇരുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നേരെ ബാ. അപ്പം ആദ്യമേ ഞാൻ പരിചയപ്പെടുത്തുന്നതിനു വെച്ചാൽ ഇവിടെ എങ്ങനെയായിരുന്നു, ഇവിടെ കൃഷിയില്ലായിരുന്നു. കൃഷിക്ക് പകരം ഇതുപോലുള്ള കമ്പുകളും മുൾച്ചെടികളും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതായത് മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ, അതായത് ഇതുപോലുള്ള മുൾച്ചെടികളും പോലുള്ള സംഭവങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്തെ ജീവിത ചുറ്റുപാടുകൾ, ആ സമയത്ത് മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതൊരു ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ ഉരലും അതോടൊപ്പം തന്നെ ഒരു അമ്മച്ചി അവിടെ നിന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ ആ ഒരു മേൽക്കൂര മൺചട്ടി കൊണ്ടുള്ള അതിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കഴുതേനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇത് ജെറുസലേം എന്ന് പറഞ്ഞൊരു അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കഴുതേനെ ഇവിടെ കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് കഴുതേനെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടുത്തെ ചരക്ക് നിയന്ത്രണം, അതായത് ചരക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനും മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ വരെ അവിടുന്ന് കഴുതയെ കൊണ്ടുവന്നിട്ടാണ് അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ, അപ്പം ഇത് ആ ടൈമിലെ ഒരു കാഴ്ചയാണ്. അതായത് 1880 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് ഈ പ്രദേശമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മിനിയേച്ചറായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കരമായ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് 1880 കാലഘട്ടങ്ങളിൽ. ഇതിന് ശേഷമാണ് ഇവിടെ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു അണക്കെട്ട് വരുന്നു. അതോടുകൂടിയാണ് ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ കവാടത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് ഒരു ഗുഹ പോലെയാണ്. ഈ ഗുഹയിലേക്ക് കയറുമ്പം ഇവിടെ ഒരു മുതല നമ്മളെ നോക്കി ഇരിപ്പുണ്ട്. കണ്ടോ? പെട്ടെന്ന് കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും, ഒറിജിനൽ മുതലയാണെന്ന്. കാരണം ആരില്ലെങ്കിൽ നമ്മളങ്ങനെ ഓർക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുട്ട് അന്തരീക്ഷത്തിൽ നിന്ന് നേരെ എത്തുന്നത് ഒരു മഞ്ഞ് വീഴുന്ന ഒരു മനോഹരമായ ഒരു പാർക്കിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ അതിന് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1880-കളിൽ ജലം ഇല്ലാത്തത് മൂലം വരണ്ടുണങ്ങിയ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ ജലം എത്തിച്ച വാസയോഗ്യമായ കൃഷിയും ആകുവാൻ ഭരണാധികാരികൾ ചിന്തിച്ചു. ജലസമൃദ്ധി പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും വരുന്ന നമ്മുടെ അതായത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പദ്ധതി തയ്യാറാക്കിയത് 1882-ൽ ജോൺ ബെന്നി ക്വിക്ക്, ആർ സ്മിത്ത് എന്നീ എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തുകയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നത്തെ കാലഘട്ടത്ത് പെട്ടെന്ന് ഈ ഡാം ഉണ്ടാകുകയും ഡാം ഉണ്ടായതിന് ശേഷം ഇവിടെ ഉണ്ടായ മാറ്റം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും കണ്ണാടി വരുവാണ്, കാരണം ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്. ഓക്കെ,
ഇപ്പം നമ്മളൊരു മ്ലാവിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മ്ലാവ് ആ ഒരു സ്റ്റൈലിൽ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കൊണ്ട് മരക്കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മ്ലാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഇരിക്കാൻ ഭാഗത്തിന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പുതുമയായ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പം പിള്ളേരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തക്കാളിയാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മേള് വരെ ചെല്ലും, എന്നിട്ട് ഇലയെല്ലാം പൊഴിയും, ലാസ്റ്റ് തക്കാളി മാത്രമായിട്ട് നിൽക്കുന്നൊരു ഐറ്റം തക്കാളിയാണ്. ഒരുപാട് തക്കാളികൾ ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ സംഘാടകർക്ക് തന്നെ എൻ്റെ നടത്തിപ്പുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പയർ എന്ന് പറയുന്ന പയർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇവിടെ കൃഷി ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഇവിടെ വളർന്നു വന്നത് എന്നുള്ള ഒരു കാഴ്ച ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനൊരു സന്ദേശം ആളുകളിലേക്ക് കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വെണ്ടയ്ക്ക ഒക്കെ നിൽപ്പുണ്ട്. വെണ്ടയ്ക്കൊക്കെ നല്ല മൂത്ത് നിൽക്കുകയാണ്. അവർ പറിക്കാറായിട്ടുണ്ട്, എന്നാലും അത് പറിക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പം അത് വെണ്ടയ്ക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൺഫ്ലവർ അല്ലേ, സൂര്യകാന്തി. അപ്പോൾ സൂര്യകാന്തിയുടെ കുറച്ച് ചെടികൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒക്കെ പറ്റുന്നുണ്ട്. സൂര്യൻ മേളിലുണ്ട്, സൂര്യകാന്തി അകത്താണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതുകൊണ്ട് മാറത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് കരിമ്പിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കരിമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പൊങ്കലാകുമ്പോഴത്തേനും നമ്മുടെ ഈ തമിഴ്നാട് മേഖലയിൽ മൊത്തം കരിമ്പുകൾ. അപ്പം അങ്ങനെ എന്തായാലും കരിമ്പില്ലാത്ത തമിഴ്നാട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും കരിമ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ വഴുതനങ്ങ, കത്തരിക്കായും വഴുതനങ്ങയും കൂടെ ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു ചെടിയാണെന്നാണ് നമുക്ക് അവർ പറഞ്ഞു തന്നത്. അപ്പം ഉണ്ടായിട്ടില്ല, പൂവൊക്കെ നല്ലപോലെ വന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ടേ. പിന്നെ ഇതറിയാമല്ലോ, ജമന്തി പൂത്തോട്ടം. നമുക്കിവിടെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ എവിടെ നമുക്ക് കാണാൻ കഴിയും പൂത്തോട്ടങ്ങളിങ്ങനെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ജമന്തി പൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് കരിമ്പല്ല, ഇത് ചോളമാണ്. അപ്പോൾ ചോളം, മക്കാച്ചോളം എന്ന് പറയുന്ന ആ ചോളമാണ്. ആ ചോളവും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളർന്ന് വരുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ കാണാനായിട്ട്, ഇങ്ങനെ ചോളമൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ സ്ഥലം നമുക്ക് ഉള്ളിയാണ് പാകിയിരിക്കുന്നത്. ഉള്ളിയും ഇവിടെ കിളുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ 5 ജില്ലകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കിളുക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളി കൂടി ഇവിടെ എത്തിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സാധനം കുക്കുംബർ, വെള്ളരിക്ക ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വളരെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെ ഒത്തിരി ആയിട്ടുള്ള, അതായത് ഒരു ലെവൽ ഏതാണ്ട് ഒരു 10-200 മീറ്ററോളം നീളത്തിൽ തന്നെ 3-4 ലെയറുകളായിട്ട് ഇവിടെ വെള്ളരിക്ക സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളരിക്കയൊക്കെ പൂത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ചിലതൊക്കെ വലുതായിട്ടുമുണ്ട്. ഇതുണ്ട്. ഒരു ദിവസം നമ്മൾ മംഗളാദേവി ഉത്സവം നടക്കുകയാണ്. അപ്പം തമിഴ്നാടിൻ്റെ ഒരു വശത്തുനിന്ന് കുമിളിയിലേക്കും ഈ കമ്പത്തിലേക്കും ഈ പറഞ്ഞ നമ്മുടെ തേക്കടിയിലേക്ക് ആളുകളുടെ ഒരു വലിയ ഒരു ഒഴുക്ക് മെയ് 1-ാം തീയതി നടക്കാൻ പോവുകയാണ്. അതിന് വരുന്നവർ ഇവിടെ കൂടെ കയറി ഇറങ്ങിയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം ഒരു തണുപ്പൊക്കെ നമുക്ക് കിട്ടും. ഒരു ഫീൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പൊങ്കൽ വെക്കുന്ന കാലമാണ്, പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിൽ അന്നത്തെ കാലഘട്ടത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം. ഇത് മരത്തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ജിറാഫാണ്. അപ്പം അതിനെ നമുക്ക് ഇവിടെ തന്നെ കാണുകയും ചെയ്യാം. ഇനിയാണ് നമ്മളൊരു അടുത്ത ഒരു സോണിലേക്ക് പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു സോണാണ്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് മുല്ലപ്പെരിയാറിൻ്റെ പാർക്കാണ്. മുല്ലപ്പെരിയാറിൻ്റെ അടിവശമാണിത്. മുല്ലപ്പെരിയാർ വന്നതിന് ശേഷമാണ് ഈ കൃഷികളും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ജനവാസ മേഖലയും പാർക്കുകളൊക്കെ തന്നെ ആയത്. അപ്പം അതെങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഉണ്ടായത് എന്നുള്ളൊരു വിവരണമാണ് ഇവിടെ ഫോട്ടോ രൂപത്തിൽ നൽകിയിരിക്കുന്നത്. അതും വളരെ വ്യക്തമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഇവിടെ നിലവിലെ മുല്ലപ്പെരിയാർ ഡാം, ആ ഡാം, അതായത് ബെന്നിക്കുക്ക് നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം, ബേബി ഡാമൊക്കെ അതിന് ശേഷം വന്നതാണേ. അപ്പോൾ അതുകൊണ്ട് ഇത് സ്പിൽവേ, ഇതിലൂടെയാണ് നമ്മുടെ പെരിയാർ നദിയിലേക്ക്, നമ്മുടെ ആ പ്രദേശത്തേക്ക് ജലം തുറന്നു വിടുന്നത്. പണ്ട് ഈ 2018 ആ പ്രളയ സമയത്തൊക്കെ ഇന്ത്യ ഫുള്ളായിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിരുന്നതുകൊണ്ടാണ് ഭയങ്കരമായൊരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ തന്നെയാണ്. ഇത് നമ്മുടെ തേക്കടി നമ്മുടെ ചെക്ക് പോസ്റ്റിനകത്താണ് ഇരിക്കുന്നത്. അപ്പം അവിടെ എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് വരുന്നത്, തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി വിടുന്നത്. ഇവിടുത്തെ അളവ് പൊക്കിക്കൊണ്ട്, ഇവിടുത്തെ ഷട്ടറിൻ്റെ അളവ് പൊക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ടണൽ വഴി വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നത്.
ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ഈ പൈപ്പ് അന്ന് നിർമ്മിച്ച് നേരെ ഇവിടെ, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കണം, ഒപ്പം കൃഷിക്ക് കിട്ടണം, ഒപ്പം കുടിവെള്ളവും കിട്ടണം. ഇതായിരുന്നു അന്നത്തെ ഒരു കൺസെപ്റ്റ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ് തന്നെയാണ്. അതായത് അന്നത്തെ മുല്ലപ്പെരിയാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ജങ്കാർ ബ്രിട്ടീഷുകാർ കൊണ്ടൊരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു സംഭവം. പെരിയാറിലേക്കുണ്ട് മെയിൻ ഡാം, പിന്നെ സ്പിൽവേ, അതായത് ഇവിടെ നിന്നുള്ള വെള്ളമാണ് ശരിക്കും തുറന്നു വിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് തമിഴ്നാടിൻ്റെ 5 ജില്ലകൾ, ഞാൻ നേരത്തെ പറഞ്ഞ 5 ജില്ലകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, മുല്ലപ്പെരിയാറിൻ്റെ തൊട്ട് താഴെ തേനി ജില്ല. ഇതിന് ശേഷം നേരെ ദിണ്ടുക്കൽ, മധുര കഴിഞ്ഞിട്ട് ശിവഗംഗൈ, രാമനാഥപുരം. ഇങ്ങനെ ഈ നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ മധുര വഴി ചെന്ന് ഇങ്ങനെ ശിവഗംഗയ്ക്ക് വന്ന് രാമനാഥപുരം വന്ന് നേരെ കടലിലേക്ക് ചേരുന്നൊരു സാഹചര്യമാണുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പല സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പല സൈഡിലേക്കും മാറ്റി അങ്ങോട്ട് വെട്ടി പല കനാലും നിർമ്മിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് ആ ജില്ലയുടെ. അപ്പോൾ ഇവിടെ എന്നുവെച്ചാൽ ഇവിടുത്തെ ഒരു പ്രദേശം അങ്ങനെയാണ്, ഒരു പരന്ന പ്രദേശം. അതുകൊണ്ട് ഒരു കനാൽ വെട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെല്ലാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇത് 1952 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഈ ഡാം സന്ദർശിച്ചതിൻ്റെ ഒരു ഫോട്ടോയാണ്. അദ്ദേഹമാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. പുറകെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും അന്നത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് തന്നെ അവിടെ ആ ഫോട്ടോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫോട്ടോയാണ്. കാരണം ഇത് എടുത്തിരിക്കുന്നത് 1895 അതുകൊണ്ട് തന്നെ ആളുകളുടെ മുഖം അത്ര വ്യക്തമല്ല. ഇത് എന്നാന്ന് ചോദിച്ചാൽ ഈ 1895 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. അന്ന് അത് എന്ന് വെച്ചാൽ ആ ഡാം പണി പൂർത്തിയായി. അന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലേക്കുള്ള വെള്ളം തുറന്നു വിടുന്നൊരു സാഹചര്യം അന്നാണ് ഉണ്ടാകുന്നത്. ഇതും ആ ഒരു കാലഘട്ടത്തിലെ ഒരു സംഭവമാണ്. നമുക്ക് കാണാൻ പറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നതും സുർക്കി മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു താഴ്ന്ന പ്രദേശമായിട്ട് ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതോടൊപ്പം തന്നെ ഇത് 1890 അതായത് ആ ഡാം കമ്മീഷൻ ചെയ്യുന്നതിന് ഒരു 5 വർഷം മുൻപ് ഏകദേശം ഒരു 4000-ഓളം ആളുകളാണ് ഈ ഡാമിന് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആ 4000 പേരിൽ കുറേ ആളുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 4000 പേരെ ഒരുമിച്ച് ജോലി ചെയ്യും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പേരെ ശരിക്കും ഒരുമിച്ച് ജോലിക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് അടിയുണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ്. അന്ന് 4000 പേരെ ഒരുമിച്ച് വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇത് ഗ്രേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ബെന്നിക്വിക്കാണ് നിൽക്കുന്നത്. ഈ ബോട്ടിൽ നിൽക്കുന്നത് ബെന്നിക്വിക്കാണ്. ഡാം കൺസ്ട്രക്ഷൻ സമയത്ത് ഈ തേക്കടിയിൽ നിന്നും ബോട്ടിലൂടെ ബോട്ട് വഴി ആ മാർഗം വഴി നേരെ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ചെല്ലുകയാണ്. ഗ്രേസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്. അതായത് ഏത് നേരവും വൈഫ് നമ്മുടെ പ്രിയതമ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഗ്രേസ് എന്ന് പറഞ്ഞൊരു ബോട്ട് ഇവിടെ കൊണ്ടുവരാനും അത് അതിൽ തന്നെ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം പുള്ളി തന്നെ ഒരുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ മലയാളത്തിൽ കൂടി വിവരിച്ചിട്ടുണ്ട്. ജോൺ ബെന്നിക്വിക്കിൻ്റെ കാലഘട്ടമാണ് 1841 മുതൽ 1911 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പം തമിഴ്നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൻ്റെ ഒരു ദൈവം എന്ന് തന്നെയാണ് അദ്ദേഹം പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെ അവിടെ മറ്റേ മ്ലാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുതിര, കരടി ഒക്കെ തന്നെ നമുക്കുണ്ട്. അതായത് ഇങ്ങനെ ചെത്തിയെടുത്ത വിറകിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. വേറൊരു സ്റ്റൈൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാർട്ടൂണൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഇതിനെ തോന്നും. നമുക്ക് അങ്ങനെ ഇതിനെ കാണാൻ പറ്റും. അപ്പം ഇത് ജോൺ ബെന്നിക്വിക്കിൻ്റെ കല്ലറയാണ്. ഇവിടെയല്ല, ശരിക്കും പറഞ്ഞാൽ അത് ലണ്ടനിലാണ്. ലണ്ടനിൽ ഇവിടുത്തെ ഇതിൻ്റെ നടത്തിപ്പ് കാരണം ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ ലണ്ടനിൽ ഉണ്ടായിരുന്നു. അവിടം വരെ ചെന്ന് ആ ഫോട്ടോ ഒന്ന് എടുത്ത് അയക്കണമെന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശില ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം മരണസമയത്ത് അല്ലെങ്കിൽ മരിച്ചത് എവിടെയാണ്, അപ്പം അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ലൈറ്റാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അത് രാത്രി വന്നാലാണ് സൂപ്പറായിട്ട് ഇരിക്കുന്നത്. നമുക്ക് 7 മണി 8 മണി വരെയൊക്കെ ഇവിടെ പ്രവേശനമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടോ. അപ്പം അതുകൂടി ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇത് കാണാൻ പറ്റില്ല. പക്ഷേ ഇന്നെന്തായാലും അത് കാണാൻ പറ്റിയത് നന്നായി. അപ്പം നിങ്ങളെ ഇത് കാണിക്കാൻ കഴിഞ്ഞത് നിറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മൂന്നാറിൽ നിന്ന് പിടിച്ച ടൈഗറിനെ പോലും അവിടെ കൊണ്ട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ടൈഗർ ഇവിടെ ഉണ്ട്. അപ്പോൾ ടൈഗറിനെയും നമുക്ക് കാണാൻ കഴിയും. ജോൺ ബെന്നിക്വിക്ക്
അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ ശില്പി. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ തമിഴിലും ഇംഗ്ലീഷിലൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ സഹധർമ്മിണിയെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രേസ്. ഇതാണ് സഹധർമ്മിണി. ഇതാണ് നമ്മളെ ആ പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ആ നാഗവല്ലി ബെന്നിക്കുക്കിനെ വളച്ചിട്ട ആ ഗ്രേസ് എന്ന നാഗവല്ലി എന്ന് തന്നെയാണ്. എന്നാലും അങ്ങനെ പറയാൻ പാടില്ല, എന്തായാലും നമുക്ക് പറയാം. ഇവരുടെ ഒരു സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബെന്നിക്കുക്കിന്. കാരണം അവരുടെ വീട് സഹിതം വിറ്റിട്ടാണ് ആ ഒരു ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് ഓർമ്മ വന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതങ്ങ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഇതൊരു ഗ്രേപ്സ് പാർക്കാണ്, MSR എന്ന് പറഞ്ഞൊരു ഗ്രേപ്സ് പാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ ഇരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൊണ്ടുള്ള മാല ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ഇത് തന്നെയാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ലണ്ടനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താണ് ഈ ശില നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ ഒരു മോഡൽ കൂടി ഇതിൻ്റെ പുറകിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന്, കാരണം നമ്മൾ നേരത്തെ ഞാൻ ഫോട്ടോ കാണിച്ചതുപോലെ തന്നെ. അപ്പം അതാണ് എൻട്രൻസ്. ആ ഭാഗം കണ്ടോ, ആ ഭാഗത്താണ് എൻട്രൻസ്. മുല്ലപ്പെരിയാർ മോഡൽ ഡാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് താഴെ ഇങ്ങനൊരു സ്പിൽവേസ് ഇങ്ങനൊരു സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ നേരത്തെ, അതായത് 2011 ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ഡാമിനകത്തൂടെ പോയിട്ടുണ്ട്. അന്ന് 2011 വരെയൊക്കെ ആൾക്കാരെ അതിൻ്റെ അകത്ത് കയറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നാൽ നമുക്ക് അവിടെ പോയി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ അകത്തൂടെ പോയി ഇങ്ങനെ അകത്തൂടെ കയറി വന്ന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പം അതിനുശേഷം നമ്മൾ നേരെ ആ ഡാമിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് പെൻസ്റ്റോക്കിലേക്കാണ്. ആ പെൻസ്റ്റോക്കിൻ്റെ ഒരു മാതൃക കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴി ഇറങ്ങി വരുമ്പോഴത്തേനും കാണാൻ കഴിയും ഇതുപോലൊരു പെൻസ്റ്റോക്ക്, 4 പെൻസ്റ്റോക്കുകൾ, വലിയ പെൻസ്റ്റോക്കല്ലേ, വലിയ അന്നത്തെ കാലഘട്ടത്തിൽ അത് നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആ പെൻസ്റ്റോക്ക് വഴി വെള്ളം വരുന്നു, അവിടെ പവർ സ്റ്റേഷനിലെത്തുന്നു, കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം നേരെ ഗ്രൗണ്ടിലേക്ക് വിടുന്നു. അപ്പോൾ അങ്ങനെ ആ ഗ്രൗണ്ട് മൊത്തം പച്ചപ്പിലേക്ക് ആകുന്നു. ഇത് കാണിച്ച് അത് മൊത്തം പച്ചപ്പിലേക്ക് ആകുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. നേരെ ഈ പച്ചപ്പ് നോക്കി ബെന്നിക്കുക്ക് അദ്ദേഹം അവിടെ നോക്കി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ആ ബെന്നിക്കുക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബെന്നിക്കുക്ക് പാർക്കിൻ്റെ ഇത് അവസാനിക്കുകയാണ്. ഇത് പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല. ഇനിയുമുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. കപ്പളങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ വലിയ കപ്പളങ്ങ നോക്കി, പക്ഷേ പൊക്കമില്ലാതെ ചെറിയ കപ്പളത്തെ തന്നെ നിൽക്കുന്നു. അപ്പം ഇതൊരു എക്സിറ്റ് കവാടമാണ്. നമുക്ക് ഇതോടുകൂടി ബെന്നിക്കുക്ക് എന്ന് പറയുന്ന ബെന്നിക്കുക്ക് പാർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ. പച്ചപ്പും അതോടൊപ്പം തന്നെ മഞ്ഞു വീഴ്ചയും വെള്ളവും ഒക്കെ തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വെയിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ആ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ചില്ലായിട്ട് നമുക്ക് പോകാനും പറ്റും. അപ്പോൾ നേരെ അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് പോകാം. കണ്ണാടി വെക്കുക, കാരണം ശകലം കൂളായിക്കോട്ടെ. വെളിയിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്. അപ്പം ഇതിനകത്തൊരു കാഴ്ചയുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. നമുക്ക് അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. എന്താണെന്നല്ലേ, അതായത് നമ്മുടെ ഇവിടുത്തെ വെയിലിൻ്റെ ചൂടിൽ ഉണങ്ങുന്ന മുന്തിരി. നമ്മുടെ ഉണക്കമുന്തിരി എങ്ങനെയാണ് വരുന്നത്? നമുക്ക് പല സ്ഥലങ്ങളിലും ഡ്രയറൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉണക്കമുന്തിരി തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട്, അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായ രീതിയിൽ ഈ മുന്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ചൂടാകട്ടെ ഇതിനകത്ത്. എല്ലാവരും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഇതും നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നല്ല രസമാണ്, എങ്കിലും നമുക്കൊരു അഡ്വഞ്ചർ റൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ശകലം പേടിയുണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തായാലും പേടിക്കേണ്ട കാര്യമില്ല, ഭയങ്കര സേഫ്റ്റിയാണ്. നല്ല രീതിയിലുള്ളൊരു സേഫ്റ്റിയൊക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പയ്യെ ഇതെങ്ങനെ ചവിട്ടിങ്ങ് പോയാൽ മതി. നമുക്ക് കൈയൊക്കെ വിട്ടിട്ട് വേണമെങ്കിൽ ചവിട്ടി പോകാൻ പറ്റും. താഴെയൊന്നും വീഴത്തില്ല, പേടിക്കേണ്ട കാര്യമില്ല അതങ്ങനെ. അപ്പോൾ എല്ലാവരും വരിക, കണ്ട് ആസ്വദിക്കുക. അതായത് റൈഡൊക്കെ നമുക്ക് ആസ്വദിക്കേണ്ട ഒരു സ്ഥാനം തന്നെയാണ്.
അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വിജയകരമായിട്ട് നമ്മളത് പൂർത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും വരിക, വന്ന ഇത് കൂടി ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ മോൻസി അവിടെ നിന്ന് ഇങ്ങനെ വയ്യ ചവിട്ട് വരുന്നുണ്ട്, കയ്യൊക്കെ ഇട്ട് വരുന്നുണ്ട്. റൈഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ഷീണം കാണുമല്ലോ. അപ്പോൾ ആ ക്ഷീണം തീർക്കാനായിട്ട് നമുക്കൊരു ഫ്രഷ് മുന്തിരി ജ്യൂസ് നമുക്ക് കുടിക്കാം. ഇവിടെ തന്നെ അതിനുള്ള സംവിധാനമുണ്ട്. വേറെ ഒരു ഐറ്റവും ഇവിടെ ചേർക്കുന്നില്ല. മുന്തിരി മാത്രം ഇട്ടുകൊണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നൊരു സ്റ്റേഷൻ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഒക്കെ മുന്തിരി ജ്യൂസ് തരണേ കേട്ടോ. അതായത് ഭയങ്കര ചൂട് ആകുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഈ മുന്തിരി തോട്ടത്തിനകത്തേക്ക് കയറുമ്പം വീണ്ടും ഒരു തണുപ്പ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരാൾ നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ മുന്തിരി കൊലച്ച് കിടക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ തന്നെ നമ്മളൊക്കെ മുന്തിരി തോട്ടം കാണാനൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് വേറൊരു സംഭവമുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ, പഴങ്ങൾ പറിക്കരുത്, മുന്തിരി പറിച്ചാൽ 500 രൂപയാണ് ഫൈൻ. അതായത് ഇത് കാണാൻ മാത്രമേ പാടുള്ളൂ. ഇത് ഇവിടുന്ന് തന്നെ പറിച്ച് നമുക്ക് പെട്ടിയിലാക്കി മുന്തിരി എത്ര വേണേലും നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഇവിടെ കുറേ ഐറ്റം ഇവിടെ ഈ മുന്തിരി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാമെന്ന്. ഇത് വൈനാണ്, നോൺ ആൽക്കഹോളിക് വൈനാണ്, മുന്തിരി വൈനാണ്. ഇപ്പം MSR അതിൻ്റെ ഒരു നമ്മുടെ ഇവിടുത്തെ ബ്രാൻഡൊക്കെ കൊടുത്താണ് ഈ വൈൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഏകദേശം 750 മില്ലിയാണ് ഇതിന് വരുന്നത്. 600 രൂപ വിലയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ പറയാൻ കോസ്മെറ്റിക് ഐറ്റംസ് കൂടി ഇവിടെയുണ്ട്. അതായത് ഇത് ഫേസ് വാഷാണ്, മുന്തിരി മാത്രം ഉപയോഗിച്ചുകൊണ്ടുണ്ട് നിർമ്മിക്കുന്നത്. അത് മോയ്സ്ചറൈസർ ജെല്ലാണ്. അതോടൊപ്പം തന്നെ ലിപ് ബാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ലിപ് ബാം ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം മുന്തിരി ഹൽവ കേട്ടോ, അതും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വേണ്ടവർ ഇവിടെ വരിക, വന്ന് ഇവിടെ ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയും. എന്തായാലും നമുക്ക് ഈ മുന്തിരിത്തോട്ടത്തിനകത്തേക്കൊന്ന് പോയി അപ്പോൾ കുറച്ചുകൂടെ കാഴ്ചകളൊന്ന് കാണിക്കാം. അപ്പം ഇവിടെ കൊണ്ട് നമ്മുടെ ഈ മുന്തിരി തോട്ടത്തിലേക്കുള്ള ഈ യാത്ര നമുക്കിവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ അവധിക്കാലം ആഘോഷിക്കാൻ, ആനന്ദകരമാക്കാൻ ഇവിടെ മറ്റേ അഡ്വഞ്ചർ റൈഡ് ഉൾപ്പെടെയുള്ള റൈഡുകളിലൊക്കെ കയറാനും കഴിയും. അതുകൊണ്ട് രാവിലെ 9 മണിക്ക് തുടങ്ങുന്നത് ഏകദേശം 8 മണി വരെ നീണ്ട് നിൽക്കുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ കുറച്ച് ലൈറ്റ് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടായിരിക്കും ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ തോട്ടങ്ങളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇവിടേക്ക് എല്ലാവരെയും ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം ഞാൻ എൻ്റെ ക്യാമറമാൻ കൂടിയായ മോൻസിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുന്നേൽ ബിജുചേട്ടൻ, വള്ളക്കടയിൽ നമ്മൾ കുന്നേൽ ബിജുചേട്ടൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ബിജുചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാനിട്ട ഒരു സ്റ്റോറി, ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ഈ ആദ്യമേ ഇതൊക്കെ ഒന്ന് എടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്റ്റോറി കണ്ടുകൊണ്ടാണ് ശരിക്കും എന്നാൽ ഇന്ന് കമ്പം പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയേക്കാം എന്ന് ഓർത്തത്. അവിടെ എന്തോ ബെനിക്കൊക്കെ ഉണ്ട്, മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ എന്നാ പറയുന്നത് അതിനെക്കുറിച്ച്? ഇന്നലെ ജിക്കു വിട്ട വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കമ്പം വരെ വന്നപ്പോഴേ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് ഇവിടെ ജിക്കുവിനെയും കണ്ടു, പെന്നിക്കുക്കിനെയും കണ്ടു. ബെന്നിക്കൊക്കെയും ജിക്കുമായിട്ട് ഒരുമിച്ച് കണ്ടു. എന്തായാലും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ചെയ്യുക.